രാഹുലിന് ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല കോൺഗ്രസ് എന്നും രാഹുൽ വടി കൊടുത്ത് അടിവാങ്ങിയെന്നും പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. പാർട്ടി എടുത്ത തീരുമാനത്തെക്കുറിച്ച് വളരെ സുവ്യക്തമായി വിശദീകരിക്കുകയും അറബിക്കടൽ ഇളകി വന്നാലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലായെന്ന് വി ഡി സതീശൻ പറയുന്നു. അതേസമയം എല്ലാം CPM-ന്റെ തിരക്കഥയാണെന്ന് പറയുന്നു UDF കൺവീനർ അടൂർ പ്രകാശ്. പാർട്ടിക്ക് സ്വീകരിക്കാവുന്ന നടപടി എല്ലാം സ്വീകരിച്ചുവെന്ന് പറയുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ആസന്നമായതോടെ പ്രതിരോധത്തിലാവുന്നത് കോൺഗ്രസാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി CPM വക്താവ് K അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് വസന്ത് സിറിയക് തെങ്ങുംപള്ളി, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, അഭിഭാഷകൻ പ്രിയദർശൻ തമ്പി എന്നിവർ. ആദ്യം വസന്തിലേക്ക്. വസന്ത്, കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതലേ രണ്ടഭിപ്രായങ്ങളുണ്ട്. അത് ഓൺലൈനിൽ നമ്മൾ കണ്ടതാണ്, ഓഫ്ലൈനിലും നേതാക്കളുടെ പ്രതികരണങ്ങളിലും കണ്ടതാണ്. ആ രണ്ടഭിപ്രായത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നതെന്ന് തോന്നും. കാരണം ആ രണ്ടഭിപ്രായം കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വോട്ട് അഭ്യർത്ഥിച്ച് നടന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി റിട്ടേണിംഗ് ഓഫീസറോട് തർക്കിച്ചത്, കോൺഗ്രസ് വേദികളിൽ എത്തിയത്, ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടാതിരിക്കെ തന്നെ അദ്ദേഹം MLA എന്ന നിലയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചത്. ഇതൊക്കെയാണ് ഇപ്പോൾ രാഹുലിനെ കുടുക്കിയതെങ്കിൽ കോൺഗ്രസും സമാന പ്രതിസന്ധിയിലല്ലേ ഇപ്പോൾ? അല്ല അജിൻസ്, ഞങ്ങളെ സംബന്ധിച്ച് ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അങ്ങ് പറയുന്ന രീതിയിലുള്ള രണ്ടഭിപ്രായങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിൽ എല്ലാ കാലത്തും അത് ഉണ്ടായ 885 മുതൽ ഇന്ന് വരെ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങളിലും എതിരഭിപ്രായങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത് എന്റർടൈൻ ചെയ്യപ്പെടാറുണ്ട്. അത് ആരെങ്കിലുമൊക്കെ എതിരഭിപ്രായം പറഞ്ഞാൽ ഉടനെ അവരുടെ വീട്ടിലേക്ക് മറ്റേ ഭാഷാനുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു ഇനോവ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇനോവയ്ക്ക് ഓർഡർ കൊടുക്കുന്ന പരിപാടിയൊന്നും കോൺഗ്രസിലില്ല. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുക ജീൻസ്, അത് ഉണ്ടായിട്ടുമുണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അയാളെ ഒഴിച്ചു നിർത്താൻ വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചു. കോൺഗ്രസിന്റെ നിലപാട് ഈ സംസ്ഥാനത്ത് പറയേണ്ടത് രണ്ടുപേരാണ്. ഒന്ന് കോൺഗ്രസിന്റെ PCC-യുടെ അധ്യക്ഷൻ, അതായത് KPCC-യുടെ പ്രസിഡന്റ്. അദ്ദേഹം വളരെ കൃത്യമായി അന്ന് നിലപാട് പറഞ്ഞു, ഇന്നുള്ള PCC അധ്യക്ഷനും കൃത്യമായി നിലപാട് പറഞ്ഞു. രണ്ട് CLP ലീഡർ, അതായത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ, അത് പ്രതിപക്ഷ നേതാവാണ്, UDF-ന്റെ ചെയർമാൻ കൂടിയായ ആൾ. അദ്ദേഹവും കൃത്യമായ നിലപാട് അന്നും സ്വീകരിച്ചു, ഇന്നും സ്വീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്ത് രാജിവെപ്പിച്ചു. രണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കേണ്ടതേ ഇല്ല എന്ന് തീരുമാനിച്ചു. മാത്രമല്ല നിയമസഭയിൽ ഞങ്ങളുടെ ഭാഗത്തെ MLA ആയി പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് ഞങ്ങൾ കൃത്യമായി സ്വീകരിച്ചു. ഇനി അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഇതാ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ രാഹുലായിരുന്നേ എന്ന് CPM പറയുന്നുണ്ട്. അത് അങ്ങ് ഏറ്റു പറയണ്ട. കാരണം ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ആ പാലക്കാട് MP VK ശ്രീകണ്ഠനും പാലക്കാട് DCC-യുടെ പ്രസിഡന്റ് തങ്കപ്പൻ ചേട്ടനും അവിടെ മുൻ ഞാൻ ഇടപെടുകയാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ VD സതീശനും KPCC അധ്യക്ഷനും ഒക്കെ എടുത്ത നിലപാട് അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടായെന്നോ മാറ്റമുണ്ടായെന്നോ ആരും ആരോപിച്ചിട്ടില്ല. അവർ കൃത്യമായ നിലപാട് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് KPCC അധ്യക്ഷനും പാർലമെന്ററി പാർട്ടിയുടെ നിലപാട് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. പക്ഷെ പ്രശ്നം അതല്ല. ഈ നിലപാട് പാർട്ടി ശരീരം ഒന്നാകെ ഏറ്റെടുത്തിട്ടില്ല. ഒരു വിഭാഗം, വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. പല നേതാക്കളും, K സുധാകരനാകട്ടെ അടൂർ പ്രകാശ് ആകട്ടെ പരസ്യമായി തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തി. അപ്പോൾ ഇതുണ്ടാകുന്നൊരു പ്രശ്നം, അതായത് അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി ഒരു പാതി മനസ്സോടെയാണെന്നും കുറച്ച് കഴിഞ്ഞ ആളുകളൊക്കെ ഇത് മറക്കുമ്പോൾ തിരിച്ചെടുക്കാമെന്നുമുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് പൊതുജനത്തിന് തോന്നി. ഒരു പക്ഷേ ഈ പരാതിക്കാരിക്ക് പോലും തോന്നിയിട്ടുണ്ടാവും. ഒരിക്കലുമല്ല ജിൻസ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറയുന്നത് K സുധാകരന്റെ നിലപാടാണ്. K സുധാകരൻ ആ നിലപാട് നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ അത് മീഡിയ വണ്ണിന്റെ ആർക്കൈവ്സിലുണ്ട്. മിനിഞ്ഞാന്നല്ലേ പറഞ്ഞത്. K സുധാകരൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല. വ്യക്തിപരമായ നിലപാടുകൾ പലരും പറയാറുണ്ട്. ആ വ്യക്തിപരമായ അഭിപ്രായം ഉമാ തോമസ് പറഞ്ഞില്ലേ, ദീപ്തി മേരി വർഗീസ് പറഞ്ഞില്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഐഷ പോറ്റി CPM-ന്റെ MLA അല്ലേ, അവർ വ്യക്തിപരമായ നിലപാട് ഈ വിഷയത്തിൽ പറഞ്ഞില്ലേ. G സുധാകരൻ പലപ്പോഴും പറഞ്ഞില്ലേ. അങ്ങനെ CPM നേതാക്കളും ഈ വിഷയത്തിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഐഷ പോറ്റി പറഞ്ഞത് CPM-ന്റെ നിലപാടാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആരാണോ അയാൾ പറഞ്ഞതാണ് നിലപാട്. ഇവിടെ PCC-യുടെ അധ്യക്ഷൻ ആരാണോ അദ്ദേഹം പറഞ്ഞതാണ് നിലപാട്. നോക്കൂ, അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞത്
പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വീട് കയറിയില്ലേ? അവിടെ ഒരു വൈകാരികമായ ഒരു പ്രശ്നമുണ്ട്. അജിംസ് നോക്കൂ, അങ്ങേക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്ത് അയാൾക്ക് വേണ്ടി വീട് കയറിയവർ, വോട്ട് ചോദിച്ചവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, അവരൊക്കെയാണ് ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ അവർ ചിലപ്പോൾ പേഴ്സണലായി അവരുടെ വ്യക്തിബന്ധത്തിന്റെ പുറത്ത് സ്ഥലം MLA എന്നുള്ള നിലയിൽ, പിണറായി വിരുദ്ധത സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ വീട് കയറാൻ വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ രാഹുൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവാം, ചേട്ടൻ എനിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചല്ലേ ഞാനും വരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊരു പ്രതിസന്ധിയായി വന്ന സമയത്ത്, പ്രശ്നമായി നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ ഉയർത്തിയ സമയത്ത്, CPM പലതും പറഞ്ഞു, അത് വിട്ടേക്ക്, ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ അതൊരു വലിയ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ ഈ പാർട്ടിയിലെ രണ്ടാമൻ KC വേണുഗോപാൽ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞു, ഞാൻ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഇലക്ഷൻ പ്രചാരണത്തിലുള്ളത്. അതായത് പാർട്ടി പറഞ്ഞു അയാളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഔദ്യോഗികമായി അയാൾ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചാരകനല്ല, അയാൾ വീട് കയറുന്നതിനകത്ത് ഞങ്ങൾ കൈകെട്ടിയിടാനില്ല എന്ന് പാർട്ടി പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു, ഞാൻ ഔദ്യോഗികമായി പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, എന്റെ വ്യക്തിബന്ധങ്ങളുടെ പുറത്താണ് വീട് കയറുന്നത്, അവിടെ ഞാൻ പിണറായി സർക്കാരിനെതിരായി സംസാരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജിംസ്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുൻകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടില്ലേ? അല്ല, അതുപോട്ടെ വസന്ത്. അപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ഇതെല്ലാം ഒരു CPM തിരക്കഥയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറയുന്നതിന് നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല? അല്ല, അതിന്റെ കാര്യം പറയാം. അടൂർ പ്രകാശിനോടുള്ള നിങ്ങളുടെ ചോദ്യം എന്താ? CPM കോൺഗ്രസിന് നേരെ ഇത് ചാരാനുള്ള ശ്രമം CPM നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അടൂർ പ്രകാശ് പറയുന്നത് തീർച്ചയായും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയങ്ങൾ മുഴുവൻ കോൺഗ്രസിന്റെ പടലിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്ത പാർട്ടിയല്ലേ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ തെളിവുള്ള നിലപാടുള്ള കാര്യം പറഞ്ഞല്ലേ. നോക്കൂ അജിംസ്, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. കൊല്ലം ജില്ലയിൽ ആരാണ് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്? അത് സഖാവ് M. മുകേഷാണ്. പത്തനാപുരത്ത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ CPM-ൽ നയിക്കുന്നത്? അത് ട്രാൻസ്പോർട്ട് മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. ഇനി ഇപ്പുറത്തോട്ട് വരൂ, AK ശശീന്ദ്രന്റെ നാട്ടിൽ ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF-ൽ നയിക്കുന്നത്? അത് AK ശശീന്ദ്രനാണ്. ഇനി തിരുവനന്തപുരത്ത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ CPM-ന് വേണ്ടി നയിക്കുന്നത്? അത് കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പൊ അവരെല്ലാം നയിക്കുന്ന തെരഞ്ഞെടുപ്പ് LDF ഗ്യാങ്ങിൽ നിന്ന് കൈകൊട്ടി അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി 2 വീട് കയറി. ഇപ്പൊ പാർട്ടി കൃത്യമായി പറഞ്ഞു വീട് കയറണ്ട, ഞങ്ങൾക്ക് വേണ്ടി കയറണ്ട എന്ന് പറഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടമാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കണക്കിന് ഒരു നരേറ്റീവ് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനെ വിമർശിക്കാനുള്ള ശക്തി, അതിനെ വിമർശിക്കാനുള്ള ധാർമ്മിക ഐഡന്റിറ്റി, ധാർമ്മികപരമായ അവകാശം CPM-നുണ്ടോ എന്ന് CPM മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ നിലപാട് കോടതിയിൽ പറയാൻ പോവുകയാണല്ലോ. അയാൾ പറയട്ടെ. അയാൾക്ക് വക്കീലിനെ ഒപ്പിച്ചു കൊടുക്കുന്ന പണിയൊന്നും കോൺഗ്രസിനില്ല. അയാളുടെ നിലപാട് പറയുന്നു. ശരി. അപ്പോൾ രാഹുലിന്റെ നിയമപ്രശ്നത്തെ പാർട്ടി പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ്. ശ്രീ K. അനിൽകുമാർ, അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM തിരക്കഥയാണെന്നാണ്. ഏതാണ്ട് ആ നറേറ്റീവ് പറയുന്ന കുറേ അധികം ആളുകളുണ്ട്, പാർട്ടിക്കകത്തുണ്ട്, പാർട്ടി നേതാക്കളിലും ഉണ്ട്. അതായത് ഈ ഒരു ഡിലേഡ് FIR-നെ കുറിച്ചാണ് രാഹുലിന്റെ അഭിഭാഷകർ എന്ന് മാധ്യമങ്ങളോട് പറയുന്നത്. ഈ FIR-ന്റെ വൈകിയത് കൊണ്ട് തന്നെ ഈ കേസ് ദുർബലമാണെന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് കോടതിയിൽ നടക്കേണ്ട വാദങ്ങളാണ്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത പറയാൻ ആഗ്രഹിക്കുന്നു. UDF-ന്റെ മാത്രം MLA അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ നടത്തിയ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ UDF-നോടൊപ്പം UDF-ന്റെ പുതിയ ഘടകകക്ഷി തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങൾ കൂടി പങ്കെടുത്താണ് ഈ വിജയമുണ്ടായതെന്ന് ആവേശപ്പെട്ടുകൊണ്ട് ജാഥ നടത്തിയെല്ലാം നമ്മൾ കണ്ടു. അപ്പം അവരുടെ എല്ലാം സംയുക്ത സ്ഥാനാർത്ഥിയാണ്. അവരെല്ലാം വിശ്വസിച്ചെറുപ്പിച്ചൊരു മുതലാണ് ഈ പറയുന്ന വ്യക്തി എന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ജാള്യത UDF-ന് മാത്രമല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും നാളും തനിക്കെതിരെ പരാതിയുണ്ടോ നിയമപരമായ നടപടിയുണ്ടോ എന്ന് ചോദിച്ചു. പരാതി വന്നപ്പോൾ തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ നാട് വിട്ടു പോയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ധീരത, തൻ്റെ ഇടത്തോടെ പൊതുമണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ട് എന്തായി? പരാതി വന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഫോൺ ഓഫാക്കി നാട് വിട്ടുപോയി. പിന്നെ അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം സഹചാരികളെ കൂട്ടിയാണ്. ക്രിമിനലുകളുടെ ഒരു സംഘം കൂടെയുണ്ട്. ആ ക്രിമിനൽ ബുദ്ധി ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ. ആദ്യമായിട്ടാണ് ഈ പരാതിക്കിടയായ ഒരു സംഭവത്തെക്കുറിച്ച് ഈ MLA-യുടെ വാദങ്ങളെല്ലാം ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തെ കോടതിയിൽ കൊടുത്ത ഒരു ജാമ്യാപേക്ഷയാണ്. ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം സമ്മതിക്കുന്നത് എന്താണ്?
താൻ സമ്മതത്തോടുകൂടി വിവാഹിതയായ ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത്? അതാണ് പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നാട് ശ്രദ്ധിക്കേണ്ട കാര്യം. തൻ്റെ ഭർത്താവ് തനിക്ക് ഭർതൃപീഡനം ഏർപ്പെടുത്തുന്നു, ഗാർഹിക പീഡനം ഏർപ്പെടുത്തുന്നു. അതിൽ നിന്നും സഹായം തേടി ഒരു MLA ബന്ധപ്പെടുകയാണ്, കോൺഗ്രസിൻ്റെ MLA ബന്ധപ്പെടുകയാണ്. അപ്പോൾ ഭർത്താവായ പുരുഷൻ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതിയായിട്ട് കോൺഗ്രസിൻ്റെ MLAയോട് പരാതിപ്പെട്ടാൽ കോൺഗ്രസിൻ്റെ MLA എന്ത് ചെയ്യും? ആ സ്ത്രീയെ പീഡിപ്പിക്കുക മാത്രമല്ല, ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? എനിക്ക് നിന്നിൽ ഒരു കുട്ടി വേണം. അനിൽകുമാർ, ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ്? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അല്ല, അതായത് ഈ ഗാർഹിക പീഡനത്തിൽ നിന്ന് രക്ഷ തേടി MLA സമീപിച്ച ആൾ പീഡിപ്പിച്ചു എവിടെ നിന്നാണ്? ജാമ്യാപേക്ഷ ആ കഥയുടെ സിനാറിയോ മാറ്റി വായിക്കുകയാണ്. അല്ലല്ല അല്ല, CAക്ക് പരാതി കൊടുത്തു, CA അല്ലല്ല, കൊണ്ടുപോയി. ഞാൻ പറയട്ടെ ആ കഥ അദ്ദേഹം ഇവിടെ പറയുകയാണ്. നല്ല കാര്യമാണ്. ഞാൻ പറയട്ടെ, എന്റെ സമയമാണോ? പറയൂ. അല്ല, അനിൽകുമാർ, ഞാൻ ചോദിക്കുകയാണ്, അത് എവിടെയാണ് ജാമ്യാപേക്ഷയിൽ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങ് മികച്ച തിരക്കഥാകൃത്ത്. അല്ല, വിടു വസന്ത്, ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. അനിൽകുമാർ, അത് ജാമ്യാപേക്ഷയിൽ പറയുന്നതാണ്, ജാമ്യാപേക്ഷയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? അല്ലല്ല, ഞങ്ങളുടെ കയ്യിലില്ലാത്ത ജാമ്യാപേക്ഷയാണോ? നമ്മുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവതാരകൻ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ചോദിച്ചത് അത് എവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് ഇടപെടാറില്ല. അത് ശരി. അപ്പൊ പിന്നെ വേറെ ശബ്ദം കേട്ടതോ? അത് വിടൂ. വേറെ ശബ്ദം കേട്ടതോ? ഇത് എവിടെ നിന്നാണ് അങ്ങ് ഉദ്ധരിക്കുന്നത്? അത് ഞാൻ വിടുന്നില്ലെന്നേ. അത് ഞാൻ പറയട്ടെ, അങ്ങനെ വിടേണ്ട കാര്യമൊന്നും വിടില്ല. ഈ കാര്യം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അവതാരകൻ അപ്പോൾ അവർക്ക് അവസരം കൊടുക്കരുത്. അല്ല, ഞാൻ അവസരം കൊടുത്തില്ല, ഞാനാണ് ചോദിക്കുന്നത്. വസന്ത് എന്തോ ചോദിച്ചതാണ്, ഞാൻ അങ്ങ് എന്നോടല്ലേ സംസാരിക്കേണ്ടത്? അങ്ങനെ ചോദിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കരുത്. അങ്ങനെ ചോദിക്കുന്നവരുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടെന്ന്. ഓക്കെ, ഇതൊന്ന് പറയൂ. ഇത് എവിടെ നിന്നാണ് അങ്ങ് ഉദ്ധരിക്കുന്നത്? ദി വിക്ടിം, ഞാൻ ജാമ്യാപേക്ഷയിലെ പാരഗ്രാഫ് 3 ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി കൊടുത്ത തിരുവനന്തപുരം കോടതി കൊടുത്ത ജാമ്യാപേക്ഷയിലെ പാരഗ്രാഫ് 3. ദി വിക്ടിം കോൺടാക്റ്റഡ് ദി പെറ്റീഷണർ ത്രൂ ഫേസ്ബുക്ക് ആൻഡ് മെയ്ഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി പെറ്റീഷണർ. Later she told that her husband is committing domestic violence against her. The petitioner felt empathy towards her, and upon hearing this, later the relationship grew, which ended in consensual sexual relationship. The victim is educated and knows right and wrong of the relationship that the petitioner made her pregnant is false. അല്ല, അതിൽ ഗാർഹിക പീഡനത്തിൽ നിന്ന് സഹായം തേടിയാണ്, ഒരു നിമിഷം, ഗാർഹിക പീഡനത്തിന് സഹായം തേടിയാണ് MLA ഈ പരാതിക്കാരി സമീപിച്ചതെന്ന് ഈ പറഞ്ഞ വാക്കിൽ എവിടെയാണുള്ളത്? അതെ, അതാണ് പറയുന്നത്. കേട്ടോ, എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരോട് എമ്പതി ഉണ്ടായി. അല്ല, അത് സഹായം അഭ്യർത്ഥിച്ച് MLA സമീപിച്ചതല്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എമ്പതി ഉണ്ടായി. അത് MLAക്ക് ആ പരാതിക്കാരിയുടെ എമ്പതി ഉണ്ടാവാനിടയായ കാരണം അവർ ഡൊമസ്റ്റിക് വയലൻസിന് വിധേയനാകുന്നു എന്ന് അവർ പറഞ്ഞപ്പോഴാണ്. ഇതിൽ ഡൊമസ്റ്റിക് വയലൻസിന് നിയമസഹായം തേടിയോ മറ്റെന്തെങ്കിലും സഹായം തേടിയോ MLA പരാതിക്കാരി സമീപിച്ചതിന് തെളിവല്ല. അങ്ങനെയാണ് പറഞ്ഞത്. ആദ്യം അങ്ങ് പറഞ്ഞത് ഡൊമസ്റ്റിക് വയലൻസ് പീഡിപ്പിക്കപ്പെട്ട് പരാതിയുമായി വരുന്നവരെ MLA പീഡിപ്പിക്കുന്നു എന്നാണ് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത്. അതെ, ഞാൻ ഇപ്പോഴും തന്നെ പറയുന്നു. അങ്ങനെയല്ല വായിച്ചത്, അങ്ങ് പറഞ്ഞതല്ല അങ്ങ് ഇപ്പോൾ വായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഒരു MLA അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ പരാതി എന്താ പറയണത്? എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു. ആ പറയുന്ന സ്ത്രീയോട് MLAക്ക് എമ്പതി ഉണ്ടാകുന്നു. ആ ബന്ധം വളർന്നിട്ട് എന്ത് കാണിക്കുന്നു? അത് ശാരീരിക ബന്ധത്തിലേക്ക് മാറുന്നു. തീർന്നില്ല. ആ പെൺകുട്ടിയുടെ മൊഴി നിങ്ങൾ സംപ്രേഷണം ചെയ്തു. അതിലെന്താ നമ്മൾ കേട്ടത്? അതിലെ പെൺകുട്ടി പറയുന്നത്, ഒരു കുട്ടി ഉണ്ടാകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു നിന്നിൽ. ഞാനപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, പിൽസ് വേണം, പിൽസ് മുഖ്യം. സമ്മതിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ പ്രകാരം കുട്ടിയുണ്ടായി, ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ പറയുകയാണ് ഗർഭചിത്രം നടത്തണം. എവിടെ? അതിൻ്റെ ബാക്കി വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഇത് മാതൃകാപരമായ പ്രവർത്തനമാണോ? ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതാണോ?
നിങ്ങൾ ഒരു പക്ഷേ അനിൽകുമാർ പറയുന്നത് അനിൽകുമാർ ഇപ്പോൾ ഇത്രയും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ല എഫ്ഐആറിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് ഒരു 80 തോന്നിയ ഒരു യുവതിയോട് ശാരീരിക ബന്ധം നടത്തി MLA എന്നുള്ളതാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. പക്ഷെ എഫ്ഐആർ ഉള്ളത് റേപ്പാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദമാണ്, എൻ്റെ വാദമല്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ പറയണത് ഡൊമസ്റ്റിക് വയലൻസിന് വിധേയനായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് എമ്പതി തോന്നിയാൽ ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ഭർത്താവിൻ്റെ ചെയ്തിയിൽ നിന്നും നിയമപരമായി അവരെ രക്ഷിക്കല്ലേ വേണ്ടത്. അതല്ലേ പൊതുപ്രവർത്തകരുടെ ജോലി. അതിനു പകരം തൻ്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ പറയുന്ന ആളുടെ അടുത്ത് എന്നാൽ എൻ്റെ ഒരു കുട്ടി നിനക്കിരിക്കട്ടെ, എന്നിട്ടോ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ വാട്സപ്പ് ചാറ്റിനകത്ത് കൃത്യം പറയുന്നുണ്ട് മാർച്ച് മാസം മുഴുവൻ ആയിക്കളയാം. അത് കഴിഞ്ഞെന്ത് സംഭവിക്കുന്നു? ഗർഭിണിയാകുന്നു. വളരെ സന്തോഷത്തോടെ ഗർഭിണി ആയല്ലോ എന്നറിയിക്കുമ്പോഴെന്താണ്, എന്നാൽ പിന്നെ അത് അലസിപ്പിക്കണം വളരെ ഫോഴ്സ്ഫുള്ളായി. എപ്പോഴാണ് നിങ്ങളൊക്കെ, ഞാൻ പറയട്ടെ, ഈ വെൽഫെയർ പാർട്ടിയും രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റാരോപണം അയാൾ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതായത് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് ദേഹോപദ്രവം നടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് എഫ്ഐആറിലെ മൊഴി. ദേഹോപദ്രവം നടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അത് റേപ്പാണ്. റേപ്പിന്റെ ചാർജാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതിൽ നിന്ന് റേപ്പ് പറയുന്നില്ല. രാഹുൽ ഈശ്വർ അല്ല കേട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സോറി രാഹുൽ മാങ്കൂട്ടത്തിൽ. രണ്ടുപേരും ഒരുപോലെ വാദിക്കുന്നുണ്ടെങ്കിലും ആ വാക്ക് പറഞ്ഞ തെറ്റിപ്പോയി. സോറി, രാഹുൽ ഈശ്വറിനെ നമുക്ക് വളരെ അടുത്തറിയാമല്ലോ. ഇത് റേപ്പാണ് എന്ന് തന്നെ നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ ഞാൻ പറയുന്ന പോയിന്റ്, ഇത്രേ ഉള്ളൂ. ആ പെൺകുട്ടി പൊതുമണ്ഡലത്തിൽ വന്ന് FIR-ൽ പറയുന്ന കാര്യങ്ങൾ, മൊഴി പറയുന്ന കാര്യങ്ങൾ, കോടതി കൊടുത്ത കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ എതിർഭാഗവാദം ആദ്യമായിട്ടിപ്പോൾ കോടതിയിലെ ഒരു ജാമ്യ ഹർജിയിൽ വന്നു. ആ വാദം തന്നെ കോൺഗ്രസ്സുകാർ കണ്ണു തുറന്ന് കാണണം. ഈ നാട്ടിലെ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ SDPയും ജമാഅത്ത് ഇസ്ലാമി എല്ലാം കൂടെ ജയിപ്പിച്ച ഒരാൾ, അവരിതൊക്കെ ഈ പണിയെല്ലാം ചെയ്യുന്ന എപ്പോഴാണ്? ഈ പറയുന്ന ആ കുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഈ മരുന്ന് കൊടുക്കുന്ന എപ്പോഴാണ്? നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിക്കാൻ അഹോരാത്രം നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പറയുന്ന പണികളുമായിട്ട് നടക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണോ? തുറന്നു കാട്ടപ്പെട്ടു. ഇവിടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ ഇപ്പോൾ നിയമസഭ, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പിലെ ആളുകൾ തീരുമാനിക്കുന്നത് ഇത് വെച്ചിട്ടാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പോയിന്റ് നമ്പർ 1 ഇതാണ്. നമ്പർ 1, കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളെ ഈ പറയുന്ന വ്യക്തി പലതരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പരാതി കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് റിനി ആൻ ജോർജ് വെളിപ്പെടുത്തിയത്. 2, അങ്ങനെ പരാതിപ്പെട്ട ആളുകളുടെ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ധരിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത്. സ്വാഭാവികമായി എന്ത് ചെയ്യാം? കോൺഗ്രസ് പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണം നടത്താം. അവരുടെ ഭരണപ്രകാരം അവരുടെ പാർട്ടിയിൽപ്പെട്ട വനിതകൾ, സ്ത്രീകൾ, അവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾ, ഭാര്യമാർ ദുരുപയോഗിക്കപ്പെട്ടൊരു സംഭവമാണ്. പരാതി വന്ന് വേറൊന്ന്, അത് ക്രിമിനൽ കേസ്, അത് കോടതി കൈകാര്യം ചെയ്യട്ടെ, അത് നിയമം കൈകാര്യം ചെയ്യട്ടെ. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് നിശബ്ദമായിരിക്കുന്നു? എന്താണ് പേടി? പേടിയുടെ കാരണം ഞാൻ പറയാം. അതാണ് പ്രശ്നം. ഈ പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞു, എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ ആർജവമുള്ള ഏത് കോൺഗ്രസ് നേതാവുണ്ട്? അതാണ് പ്രശ്നം. എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർജവമുണ്ട്? കോൺഗ്രസ് വക്താവ് തന്നെ അതിന് മറുപടി പറയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ ആ നിലപാട് എത്രമാത്രം കൃത്യമായിരുന്നു. ഞാൻ വരാം അനിൽകുമാറിലേക്ക്. ശ്രീ പ്രിയദർശൻ തമ്പി, FIR അങ്ങ് കണ്ടു കാണും. ഇപ്പോൾ ജാമ്യാപേക്ഷ ഞാൻ കണ്ടിട്ടില്ല, അനിൽകുമാർ ഉദ്ധരിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നു എന്ന് പറയപ്പെടുന്ന കാര്യവും ഈ FIR വെച്ച് നോക്കുമ്പോൾ ഈ കേസ് ദുർബലമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകർ പറയുന്നത്. ഒന്ന് ഡിലേഡ് FIR ആണെന്ന് പറയുന്നു, അതുപോലെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ, ആരെങ്കിലും പിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഗർഭചിത്രത്തിന് ആരെങ്കിലും കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു അഭിഭാഷകർ. ഈ കേസ് എത്രമാത്രം സോളിഡാണ്? അല്ല, നമുക്കറിയാം ഈ കേസിന് നിയമപരമായ വശമുണ്ട്, ധാർമ്മികമായ വശവുമുണ്ട്. നിയമപരമായ വശം അങ്ങ് ചോദിച്ചതുപോലെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇൻ എവരി ക്രിമിനൽ കേസ് 2 കൺസ്ട്രക്ഷൻസ് ആർ പോസിബിൾ. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ അതിന് ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇപ്പോൾ അവരുടെ പ്രതിഭാഗത്തിൻ്റെ ജാമ്യാപേക്ഷ, അവരുടെ അഭിഭാഷകൻ്റെ ഒരു ബൈറ്റ് ഇൻ്റർവ്യൂ ഞാൻ ഇതിനു മുമ്പ്
ഈ ചർച്ചയ്ക്ക് മുമ്പ് വരുന്നതിന് കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റേപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു ഒഫൻസ് പണ്ട് 376 IPC ആയിരുന്നു, ഇപ്പോൾ BNS മാറി. അതിൽ ഇപ്പോൾ ഒരുപാട് ആ നിയമത്തിൽ ഒരുപാട് ഇവോൾവ് ചെയ്തു. സുപ്രീം കോടതിയുടെ തന്നെ ഒരുപാട് വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി, രണ്ട് വ്യക്തികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വിത്ത് കൺസെക്ഷണൽ സെക്സ് എന്ന് പറയുന്നത് റേപ്പിൻ്റെ ഡെഫിനേഷനിൽ വരില്ല എന്നുള്ളത് സുപ്രീം കോടതി സെറ്റിൽഡ് പൊസിഷനാണ്. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, വെദർ ദാറ്റ് കൺസെൻറ്റ് വാസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ്, അത് വളരെ ഒരു നാരോ ലൈനാണ്. അത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സുപ്രീം കോടതിയുടെ എല്ലാ വിധിന്യായങ്ങളിലും കേരള ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളിലും കൺസെഷണൽ സെക്സ് ഓഫ് റേപ്പിൻ്റെ ഡെഫിനിഷനിൽ വരില്ല എന്ന് പറയുന്ന അതേ അവസരത്തിൽ തന്നെ ആ കൺസെൻറ്റ് ശരിയായ രീതിയിലല്ല, തെറ്റിദ്ധാരണയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും മേൽക്കോയ്മയിലൂടെ എന്തെങ്കിലും സാധിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷ നൽകി എന്തെങ്കിലും പ്രോമിസ് നൽകിയാണ് ആ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കൃത്യമായി റേപ്പിൻ്റെ ഡെഫിനിഷനിൽ വരും എന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ നിയമത്തിൻ്റെ ഒരു 376 റേപ്പ് സംബന്ധിച്ച ഒരു ഡെഫിനിഷൻ. പക്ഷേ മറ്റേത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. അപ്പോൾ ഈ ഒഫൻസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് പ്രാഥമികമായി ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ വളരെ പ്രിമച്വർ സ്റ്റേജിലാണ്. കോടതിയിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ഈ പറഞ്ഞ കൺസെൻറ്റിൻ്റെ കാര്യങ്ങളായാലും ശരി, വെദർ കൺസെൻറ്റ് വാസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ് ഓർ നോട്ട്, പ്രോമിസ് ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഇഴകീഴി പരിശോധിച്ച് ഒരു പരിശോധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ തെളിവുകളും മൊഴികളുടെ അവോത്ഭകമായ മറ്റ് കൊറോബറേറ്റീവ് എവിഡൻസും എല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ അത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലെത്താൻ കഴിയൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഡിലേ എന്ന് പറയുന്നത് ഒരിക്കലും ഫേറ്റലല്ല. കാരണം ഇതുപോലുള്ള കേസുകളിൽ ഡിലേ മറ്റു സാധാരണ കേസുകളിലെ പോലെ ഡിലേ ഉണ്ട്. ഒരു കേസിൽ നമുക്കറിയാം, ഈവൻ ഒരു മർഡർ കേസിൽ പോലും ഡിലേ ഫാറ്റലാണ്. പക്ഷേ ഇത് സ്ത്രീകൾ വാദികളാകുന്ന കേസുകളിൽ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സാമൂഹിക ജീവിത സാഹചര്യം, സാംസ്കാരിക സാഹചര്യം, ആ സ്ത്രീ ജീവിക്കുന്ന പശ്ചാത്തലം, ഇതെല്ലാം പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു മുന്നോട്ട് വരാൻ ഡിലേ ഉണ്ടാകും. ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഒരു പബ്ലിക് സർവന്റാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഡിലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ഡിലേ ഉണ്ടായി എന്നുള്ളത് ആ കേസ് ദുർബലമാക്കാൻ ഒരു കാരണമാകുന്നില്ല. മറ്റ് കാര്യങ്ങളൊക്കെ ഈ റേപ്പ് സംബന്ധിച്ച്, കൺസെഷണൽ സെക്സ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കോടതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ശരി, രാഹുൽ ഈശ്വർ അങ്ങ് കണക്റ്റഡ് ആണെങ്കിൽ, രാഹുൽ ഈശ്വർ ഈ പറയുന്നത് ഈ പറഞ്ഞത് അങ്ങ് കേട്ട് കാണും. അതായത് ഈ കേസിൽ ഡിലേഡ് FIR ആണ് എന്നുള്ള വാദം ദുർബലമാണ്. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പബ്ലിക് സർവൻ്റാണ്. അപ്പോൾ ഒരു പബ്ലിക് സർവൻ്റ് പ്രതിയായി വരുന്ന കേസുകളിൽ FIR ഇടാൻ വൈകുക സ്വാഭാവികം, അതൊരു ഫൈറ്റലായ കാര്യമല്ല ഒരു കേസിനെ സംബന്ധിച്ച് എന്നുള്ളത് മുമ്പേ സുപ്രീം കോടതി വിധികളുണ്ട്. അപ്പോൾ ഈ പ്രതിഭാഗത്തിൻ്റെ വാദം എത്രമാത്രം ശക്തമാണ് ഇക്കാര്യത്തിൽ? ശരി, 3 കാര്യങ്ങൾ. ആദ്യം തന്നെ ശ്രീ വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. ശ്രീ മുകേഷിന് അനുകൂലമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി. ശ്രീ മുകേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുകേഷിനെതിരെ കള്ളപ്പരാതി കൊടുത്ത് ബാക്കി 11 പേർക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീയെ തമിഴ്നാട് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പോക്സോ അറസ്റ്റ് ചെയ്യുന്നു. ബാലേന്ദ്ര മേനോൻ ഇവർക്കെതിരെ പരാതി കൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാജ പരാതി കൊണ്ട് 10-45 വർഷമായി നമ്മുടെ ഇടയിൽ ഏറ്റവും നല്ല പൊതു സമൂഹത്തിൽ നിൽക്കുന്ന മുകേഷ് ഏട്ടനെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ശ്രീ ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. അത് നമ്മൾ എടുത്തു പറയുന്നത് അനൗചിത്യവും മര്യാദകേടുമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എത്ര കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ പ്രതിരോധിച്ചു? ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുണ്ട്, ഈ പെൺകുട്ടിയും പ്രോസിക്യൂഷനും വന്ന് കഥ പറയുകയാണ്, സിനിമാ കഥ പറയുകയാണെന്നാണ്. ഇത് കോൺഗ്രസ്സുകാരല്ലാതെ ആര് വന്ന് പറയും? എനിക്ക് അനിൽകുമാർ സഖാവിനെ ഇഷ്ടവും ബഹുമാനവുമാണ്. പക്ഷേ സഖാവെ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരുതുന്നത് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയാനും ഇല്ലാത്ത കാര്യം പറയാനുമുള്ള തിരക്കിൽ അങ്ങ് മുകേഷിനെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങൾക്ക് മറുപടി പറയാൻ വെറുതെ വിട്ടില്ലല്ലോ. മുകേഷിന് അനുകൂലല്ലേ കോടതി വിധി? മുകേഷ് തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞോ? മുകേഷ് തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു. മുകേഷിന്റെ ജാമ്യത്തിൽ മുകേഷിന് അനുകൂലമല്ലേ പരാമർശങ്ങൾ? മുകേഷിന് എനിക്കറിയാം, മുകേഷിന്റെ ജാമ്യത്തിൽ ആ പെണ്ണിന്റെ കുറ്റക്കാരനായോ? അല്ല, ശ്രീ അജിംസിന് എവിടെ കോടതി
ഒരു കേസ് കേട്ട അവൻ കുറ്റക്കാരനായോ? കുറ്റാരോപിതനാണ്, മുകേഷ് കുറ്റക്കാരനായോ? പ്രതിയാണ്, ഇല്ല, മുകേഷ് കുറ്റാരോപിതനാണ്. കുറ്റക്കാരനായോ? രോഷാകുലനാവില്ല രാഹുൽ. രാഹുൽ എന്തിനാ ചൂടാവുന്നത്? രാഹുൽ കാര്യം ചോദിച്ചാ ഈ ഉടായ്പ പരിപാടി നമ്മൾ ഇതിലെന്ത് ഉടായിപ്പ്? ഇനി ഒരു കാര്യം കൂടെ, അജിംസിന് അഭിപ്രായം ഉണ്ടോ ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണോ? ഞാനിതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കോടതി അനുകൂലമായി വിധിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് അങ്ങനെ വിധി ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അല്ലല്ല ഉമ്മൻചാണ്ടി വേട്ടക്കാരനും സരിത അതിജീവിതയാണോ? മുകേഷിന് അനുകൂലമായിട്ടൊരു കോടതി വിധിയില്ല, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നുള്ളത് ശരിയാണ്. മുകേഷിന് അനുകൂലമായ കോടതി വിധിയുണ്ട്, താങ്കൾ കണ്ടു കാണില്ല. മുകേഷിന് ജാമ്യം കൊടുത്തപ്പോൾ ജാമ്യം ലഭിച്ച കുറ്റവിമുക്തനാകുമോ രാഹുൽ? എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലാത്ത കള്ളത്തരം പറയരുത്, സ്ട്രോമാൻ ആർഗ്യുമെന്റ് പറയരുത്. നമ്മൾ സ്കൂളിലെ പിള്ളേരുടെ ഡിബേറ്റ് അല്ലല്ലോ ചെയ്യുന്നത്. മുകേഷിന് അനുകൂലമായി കോടതി പരാമർശങ്ങളുണ്ട്, കോടതി ഒബ്സർവേഷൻസ് ഉണ്ട്. കാര്യം മുകേഷിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ആ സ്ത്രീ വിളിച്ചതാണെന്ന് കോടതി ഒബ്സർവേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി, അതേ പറഞ്ഞുതരും. ഇത് യഥാർത്ഥത്തിൽ എത്ര പേരെ കൊടുക്കുന്നു? ഇനി രണ്ട്, എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായ കോടതി ഒബ്സർവേഷൻ ഉണ്ട്. 49 കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആ പെൺകുട്ടി എന്ന് ഹൈക്കോടതി ഒബ്സർവേഷൻ ഉണ്ട്. ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനും സരിത അതിജീവിതയും അല്ല. ഈ നറേറ്റീവ് നമ്മൾ അവസാനിപ്പിക്കണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടി കല്യാണം, ഇന്നലെ ശ്രീ അജിംസിന്റെ അടക്കം പരിപാടിയിൽ ഞാൻ പറഞ്ഞത് ഇന്ന് എന്തായാലും വ്യക്തമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിച്ചതായിരുന്നു. രണ്ട്, ശ്രീ അനിൽകുമാർ സഖാവ് ഒരു വരി അങ്ങ് വിദഗ്ധമായിട്ട് വിട്ടു. ആ വരി എന്താണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടാണ് ഈ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തത്, ഫേസ്ബുക്കിൽ അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു, അതിനുശേഷമാണ് അവരുടെ ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പുറകെ പോയതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതാണ്. തീർന്നില്ല. മാർച്ച് മാസം ഇവര് കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നില്ലേ? കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുന്നതിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെ റേപ്പ് എന്നാണോ ഈ നാട്ടിൽ വിളിക്കുന്നത്? അതായത് മാർച്ച് മാസം നമുക്ക് എല്ലാ ഡേയ്സിലും ചെയ്യാം, നമുക്ക് കുട്ടി ഉണ്ടാവണം, നമുക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ ബന്ധപ്പെടുന്നതിനെ ഈ നാട്ടിൽ റേപ്പ് എന്നാണോ ഇപ്പം വിളിക്കുന്നത്? പറയുന്ന കള്ളങ്ങൾക്കൊന്നും ഒരു പരിധിയില്ലേ? എന്തെങ്കിലും മാന്യതയും മര്യാദയും കാണിക്കണ്ടേ? ഇന്നലെ ഈ പെൺകൊച്ചിന്റെ ചാറ്റ് വെച്ച് തന്നെയല്ലേ നമ്മൾ ചർച്ച ചെയ്തത്? ഒരു മാസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ചിൽ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി അതിൽ ശ്രീ അനിൽകുമാർ ശരിയായി കോട്ട് ചെയ്തതുപോലെ പിൽസ് വേണമെന്ന് പറയുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട എന്ന് പറയുന്നു. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ടല്ലേ? ഇത്രയും കാലം ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞത് വന്നപ്പോ എല്ലാം ശരി. ആ പെൺകുട്ടിയുടെ കൂടെ തെറ്റുണ്ടെന്ന് കാണിക്കുന്ന എന്തെങ്കിലും വന്നാൽ അത് ശരിയല്ല. എന്തൊരു കഷ്ടമാണ് സാർ, ആലോചിച്ച് നോക്കുക. അതൊക്കെ തെളിവായി വന്നാൽ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. മാധ്യമങ്ങളിൽ വന്നു എന്ന് കരുതി കോടതി വരെ എനിക്കില്ലല്ലോ. അല്ല, ശ്രീ അജിംസ് അത് പറയുന്നത് വളരെ കൗതുകമുള്ളതാണ്. പോട്ടെ, ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ 2 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല, കാര്യം ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ്. 2, പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇവർ ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഇവർക്ക് റേപ്പ് ഒരു കാരണവശാലും അട്രാക്ട് ചെയ്യില്ല. കേരള ഹൈക്കോടതിയുടെയും പഞ്ചാബ് ഹൈക്കോടതിയുടെയും വിധിന്യായങ്ങൾ പ്രകാരം അതൊക്കെ കള്ളം പറയുമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാർച്ചിൽ ബന്ധപ്പെടാൻ തീരുമാനിച്ച കുട്ടിയുടെ നഗ്നചിത്രം രാഹുൽ എടുത്തോ? മാർച്ചിൽ കുഞ്ഞിനെ വേണമെന്ന് തീരുമാനിച്ച ശേഷം രാഹുൽ റേപ്പ് ചെയ്തോ? കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? ചുമ്മാ കേസിന് സ്പൈസ് ഇടാനും കേസിന് മസാലയൊക്കെ ഇടാനും ചെയ്യുന്നതിനൊരു പരിധി, മിനിമം മാന്യത നമ്മൾ കാണിക്കണ്ടേ? അതായത് മാർച്ചിൽ കുഞ്ഞിന് വേണ്ടി ബന്ധപ്പെടാൻ തീരുമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ 3 തവണ മാർച്ചിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണോ പറയുന്നത്? കുട്ടി ഉണ്ടാകാൻ വേണ്ടി ബന്ധപ്പെടുന്നതിനെ ഈ നാട്ടിൽ ബലാത്സംഗം എന്നാണോ പറയുന്നത്? യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനുള്ള നടപടികൾ നടക്കുകയല്ലേ? കോൺഗ്രസ്സുകാർ ഡിഫെൻഡ് ചെയ്യില്ല, എനിക്ക് സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയെ ഡിഫെൻഡ് ചെയ്യില്ല, പിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നത്? എനിക്ക് ഒരു വരിയേ ഉള്ളൂ അത് പറഞ്ഞു തീർക്കാനുള്ളത്. 2ാം ഉമ്മൻചാണ്ടി ആകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള ജനത ചേർത്തു പിടിക്കും. കാരണം ഞങ്ങൾ സാധാരണ മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട് രാഹുലിനെ വേട്ടയാടുകയാണ്. രാഹുൽ എന്ന പ്രതിഭയുള്ള ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ വളഞ്ഞിട്ട് പലരും ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഉമ്മൻചാണ്ടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ആരും നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങളെ ഉപദ്രവിച്ചു, ഞങ്ങളെ ശല്യം ചെയ്തു, ഫ്ലർട്ട് ചെയ്തു. 164 സരിത കൊടുത്തില്ലേ? 164 മുമ്പിൽ സരിത കൊടുത്തില്ലേ? സ്വന്തം പാർട്ടിക്കകത്തെ വനിതാ പ്രവർത്തകരോ വനിതാ നേതാക്കളോ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാതി കേസെടുത്തോ? ഇനി സരിത പറഞ്ഞ ആൾക്കാർക്കെതിരെ കേസെടുത്തെങ്കിൽ കോൺഗ്രസ് ആൾക്കാർ ബാക്കി ഉണ്ടാവില്ല. സാർ, ഈ പെണ്ണുങ്ങളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന കുമാരപിള്ള ലോജിക്ക് നിർത്തണം. അത് മുകേഷിനെതിരെ നിർത്തണം, ശ്രീ സുരേഷ് ഗോപിക്കെതിരെ നിർത്തണം, എൽദോസിനെതിരെ നിർത്തണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർത്തണം, അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നിർത്തണം. ഇനി ഉമ്മൻചാണ്ടിയുടെ CD തേടിപ്പോയവരല്ലേ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും? ഉമ്മൻചാണ്ടിയുടെ CD ഉണ്ടോ എന്ന് തേടിപ്പോയവരാണ് ഇപ്പൊ ഉമ്മൻചാണ്ടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കമ്പയർ ചെയ്തെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നോക്കിക്കോളൂ, ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച അതേ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിക്കുന്നത്.
ഇന്ന് കോൺഗ്രസ് എണീച്ചു നിന്ന് പ്രതിരോധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് അതിൽ ഖേദമുണ്ടാകും, റിഗ്രറ്റ് ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും. അതുകൊണ്ട് ശ്രീ വസന്തിനോട് എനിക്ക് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ പുരോഗമനവാദി കളി കളയണം. ഇത് രാഹുലിനും ഉണ്ട്. റിനി രാഹുലിനെതിരെ പരാതി കൊടുത്തപ്പോൾ രാഹുൽ പറയാണ് റിനി എന്റെ സുഹൃത്താണ്, അവന്തി എന്റെ സുഹൃത്താണെന്ന്. നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ആരും നിങ്ങളുടെ സുഹൃത്തല്ല. കോൺഗ്രസ് എണീച്ച് നിന്ന് നട്ടലോടെ പ്രതിരോധിക്കണം. ഈ പുരോഗമന കൈയടിക്ക് വേണ്ടി കളിക്കരുത്. അങ്ങനെ കളിച്ചാൽ നിങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് സത്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് ജനങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് ധർമ്മം. അത് ഇന്നല്ലെങ്കിൽ നാളെ കോടതി വിധിയിലൂടെ നമ്മൾ തിരിച്ചറിയും. ഈ നിങ്ങൾ പറയുന്നവരെ അടക്കം സാധാരണ കോൺഗ്രസ്സുകാർ നാളെ ചോദ്യം ചെയ്യും. ശ്രീ വസന്ത് തെക്കുംപള്ളി, ഈ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ അല്പം മുമ്പ് അനിൽകുമാർ ഉദ്ധരിച്ച ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഒരു BJP അനുകൂല ചാനലിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകയാണ്. ഇവരുടെ ഭർത്താവ് ഒരു BJP പ്രവർത്തകനാണ്. അപ്പോൾ ഈ കേസ് തന്നെ ഒരു BJP CPM ഗൂഢാലോചനയാണ് എന്ന് മാത്രമല്ല, ഈ പരാതിക്കാരി MLAയുമായുള്ള മുഴുവൻ കമ്മ്യൂണിക്കേഷനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. അത് തന്നെ ഒരു ഗൂഢാലോചനയാണെന്ന് ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആരോപിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്നു കേസൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കോട്ടെ എന്ന്. രാഹുൽ ഈശ്വർ ഇവിടെ ചോദിച്ചതുപോലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു മടിച്ചു നിൽക്കുന്നത്? അതോ രാഹുലിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് പോലെ ഒരു പുരോഗമന അസ്കിത നിങ്ങൾക്കുണ്ടോ? ഒരിക്കലല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നവർ അവർ തന്നെ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്ന നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത്. ഈ തവണയും അത് തന്നെയാണ്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ സ്വർണ്ണക്കൊള്ള അടക്കം ആ സർക്കാരിന് പരാതിയുമായി എത്തുന്നവരെ SP മാർക്ക് കാഴ്ചവെക്കുന്ന പോലീസ് സംവിധാനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വിഷയത്തിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന കാര്യമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം നിയമപരമായി മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് മുമ്പോട്ട് വരാൻ സാധിക്കുമെങ്കിൽ, അഗ്നിശുദ്ധി വരുത്താൻ സാധിക്കുമെങ്കിൽ അത് വരുത്തട്ടെ എന്ന നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. പക്ഷേ കോൺഗ്രസ് വക്താവ് എന്നതിനപ്പുറത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഈ സർക്കാർ എഴുതി കൊടുത്തിരിക്കുന്ന FIR ഉണ്ടല്ലോ, അത് രാഹുലിന് അനുകൂലമാകുകയേ ഉള്ളൂ. കാരണം ഈ പറയുന്ന ഒരു തരത്തിലും റേപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ചെയ്യില്ല. റേപ്പ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള ഇൻസിഡൻസും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി രാഹുൽ ഈശ്വറിനൊരു മറുപടി. അദ്ദേഹവും ഞാനും ഒരേ സ്ഥാപനത്തിൽ ഒരേ സമയത്ത് LLB പഠിച്ചിറങ്ങിയവരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഓർഡറിൽ കോടതി പറയുന്ന സ്റ്റേറ്റ്മെന്റുകളോ കോടതി വാക്കാൽ പറയുന്ന കാര്യങ്ങളോ അല്ല ഫൈനൽ ഓർഡറിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ കാര്യത്തിൽ ഫൈനൽ ഓർഡർ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത് മാത്രമല്ല ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഇന്ന് മന്ത്രിസഭയിലുള്ള ഒരു വസന്ത് അങ്ങ് പറഞ്ഞ് FIR നിൽക്കില്ല എന്ന് പറയുന്നു. FIR നിൽക്കില്ല എന്ന് പറയാൻ എങ്ങനെയാണ്? അത് തന്റെ നഗ്നദൃശ്യങ്ങൾ പകർത്തിയും ദേഹോപദ്രവം ഏൽപ്പിച്ചും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അതിന്റെ റേപ്പായിട്ടാണ് പോലീസ് കണ്ടത്, FIR ഇട്ടു. അല്ല, റേപ്പ് സ്റ്റാൻഡ് ചെയ്യില്ല. കാര്യം അവർ തന്നെ പുറത്തു വിട്ടിരിക്കുന്ന ഓഡിയോകൾ ഉണ്ടല്ലോ, അത് നേരത്തെ രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായമാണല്ലോ പറയാൻ നിൽക്കുന്നത്. ഞാനൊരു അറ്റ് എ ഗ്ലാൻസ് ഞാൻ ആസ് എൻ അഡ്വക്കേറ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. അത് വളരെ കൃത്യമായി രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ. അതായത് അവർ തന്നെ പുറത്തു വിട്ടിരിക്കുന്ന, നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ചാനൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു പല ചാനലുകളും അവരുടെ അനുമതി ഇല്ലാതെ പുറത്തു വിട്ടു എന്ന് അവർ പരാതി കൊടുത്തിരിക്കുന്ന, അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ചാനൽ നേരത്തെ എയർ ചെയ്തിരിക്കുന്നത്. അപ്പോ അങ്ങനെ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകളും ഇവരുടെ ഈ പരാതിയും തമ്മിൽ ചേർന്ന് പോകില്ല. അത് നിയമപരമായ കാര്യമാണ്. അതിൽ അഭിപ്രായം പറയാൻ അങ്ങ് നിയമജ്ഞനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചേർന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി അത് നിൽക്കട്ടെ, അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരട്ടെ. ഏതായാലും ഈ മന്ത്രിസഭയിലുള്ള മാധ്യമപ്രവർത്തക തന്നെ നടത്തിയ ഇന്റർവ്യൂവിൽ ഗർഭാവസ്ഥയിൽ 7ാം മാസത്തിൽ വയറ്റിൽ കുഞ്ഞുള്ളപ്പോൾ എന്റെ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി മുകേഷ് എന്ന് പറഞ്ഞ കാര്യം കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് മുകേഷിനെ ആനയിച്ചു കൊണ്ടുവന്ന് ഇവർ കൊല്ലത്ത് മത്സരിപ്പിച്ചത്, ലോക്സഭയിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുപോയത്, ഇപ്പോ കൊല്ലത്തിന്റെ ആകെ ചുമതല കൊടുത്ത് പ്രചരണത്തിൽ ഇറക്കി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനൊന്നും അഗ്നിശുദ്ധി വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ നേരെ ഇതെല്ലാം കൂടെ തിരിച്ചു വെക്കുമ്പോ ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോ അവരുടെ നേരെ 5 വിരലുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സമയം എടുക്കേണ്ടതായി വരും. അത് ഞാൻ പറഞ്ഞേ മതിയാവുകയുള്ളൂ. നേരത്തെ അനിൽകുമാർ, അദ്ദേഹം ഞങ്ങൾ എത്രയോ ചർച്ചകളിൽ ഒരുമിച്ചിരിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എത്രയോ തവണ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടപെട്ടത് അതിശയം കൊണ്ടാണ്. കാരണം അദ്ദേഹം എത്ര കൃത്യമായാണ് കഥകൾ മെനയുന്നത്. അദ്ദേഹത്തിന് എന്റെ നാട്ടുകാരൻ കൂടിയാണ്, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ നല്ലത് സിനിമ തിരക്കഥ എഴുതുന്നതായിരിക്കും. അതിൽ അദ്ദേഹത്തിന് പ്രശോഭിക്കാൻ സാധിക്കും. നോക്കൂ, ആ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നു തന്നെ ഈ സ്ത്രീ ഇങ്ങോട്ട്
മെസ്സേജ് അയച്ച് ബന്ധപ്പെട്ടു, സൗഹൃദം ഉണ്ടാക്കിയെടുത്തു, സൗഹൃദം സ്ഥാപിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലെ ഭാഷ്യം. ആ സൗഹൃദം സ്ഥാപിച്ച സമയത്ത് രാഹുൽ MLA ആയിരുന്നു എന്നത് ചോദ്യമാണ്. അത് കോടതി ചോദിക്കും. ഇനി അനിൽകുമാർ പറഞ്ഞതുപോലെ MLA എന്നുള്ള നിലയിലാണോ, ആ ലെവൽ ഓഫ് അതോറിറ്റിയിലാണോ ഈ സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചത്? സൗഹൃദം ഉണ്ടാക്കിയെടുത്തത് പരാതി പറയാനാണോ? പരാതി പറയാനാണ് ഫേസ്ബുക്കിലല്ലല്ലോ മെസ്സേജ് അയക്കേണ്ടത്, MLA ഓഫീസിലേക്കല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ MLAയുടെ ഔദ്യോഗിക നമ്പറിലല്ലേ ബന്ധപ്പെടേണ്ടത്. അപ്പൊ പരാതി പറയാൻ വേണ്ടിയാണോ MLA ബന്ധപ്പെട്ടത്? ഇന്ന് അവർക്കൊരു പരാതി ഉണ്ടായപ്പോൾ അവർ മുഖ്യമന്ത്രിയെ സമീപിച്ച അവർക്ക് പണ്ടൊരു പരാതി ഉണ്ടാവുമ്പോൾ അത് പോലീസിനെയാണ് സമീപിക്കേണ്ടത്, MLA എന്നെ സമീപിക്കേണ്ടത് എന്ന് അറിയാമല്ലോ. അപ്പോ അദ്ദേഹം പറഞ്ഞ വാദം, അനിൽകുമാർ പറഞ്ഞ വാദം, പരാതിക്കാരി എന്ന കണക്കിന് വന്ന ആളെ ദുരുപയോഗം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ പരാതിക്കാരിയെ SP സമർപ്പിച്ച കാര്യങ്ങൾ മുമ്പ് ഇതേ പോലീസിന്റെ കീഴിൽ വന്നതും മിനിഞ്ഞാന്നാണ് CI ഒരു ലൈംഗിക തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യപ്പെട്ട ലൈംഗിക തൊഴിലാളിയെ CI DYSP ദുരുപയോഗം ചെയ്തു എന്ന് 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് ഈ സംസ്ഥാനത്തെ പോലീസിന്റെ കീഴിലാണ് കേട്ടോ. അപ്പൊ ആ ബോധങ്ങളെല്ലാം കൂടെ ചേർന്ന് പുതിയൊരു കഥ അദ്ദേഹം മെനഞ്ഞതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കോൺഗ്രസിന്റെ ടേക്ക്, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതാണ് രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് എത്തിക്കലായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ എത്തിക്കലായ സ്റ്റാൻഡ് കേരളത്തിന്റെ പൊതുമനസാക്ഷിയോട് ഞങ്ങൾ പറയുകയാണ്. നോക്കൂ, ഇദ്ദേഹം ആരോപണ വിധേയനാണ്. ആ ആരോപണ വിധേയൻ അത് തെളിയിച്ചു മടങ്ങി വരുന്നോടം വരെ ഈ പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അങ്ങനെ ആരോപണ വിധേയന്റെ നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങളുണ്ടല്ലോ, ഒരു ഭാഗമെങ്കിലും ഉണ്ടാവുമല്ലോ. അവരോട് ഞങ്ങൾ പറയാണ്, ഈ പാർട്ടി നിങ്ങളുടേത് കൂടിയാണ്. നിങ്ങൾക്ക് ആ ആരോപണങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിലും ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടില്ല. ആരെ സംരക്ഷിച്ചതുപോലെ, മുകേഷിനെ സംരക്ഷിച്ചതുപോലെ, കടകംപള്ളിയെ സംരക്ഷിച്ചതുപോലെ, P ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി കൊടുത്തത് നിങ്ങളുടെ MLA ആണ് കേട്ടോ. MLAയുടെ മകളെ ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞാണ്. അപ്പൊ അനിൽകുമാർ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ ഏതൊക്കെയോ കുറെ വനിതകൾ AICCക്ക് പരാതി കൊടുത്തു. അവരാരും അവർക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞല്ല പരാതി കൊടുത്തത്. ഒന്ന് സജിനയാണ്. ഇച്ചിരി മുമ്പ് മറ്റൊരു ചാനലിൽ എന്റെ കൂടെ ചർച്ചയിലുണ്ടായിരുന്നു, എന്റെ സഹപ്രവർത്തകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ. സജിന കൊടുത്ത പരാതി അവർ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിലവിൽ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം പ്രചരണ രംഗത്തുണ്ട്. അയാളെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് മാറ്റണം. കാരണം ഇങ്ങനെ ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാൾ അവിടെ പെരുമാറുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് അവർ നിലപാടെടുത്തത്. അല്ലാതെ അവരെ ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞല്ല പരാതി കൊടുത്തത്. അപ്പൊ കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളുടെ കുടുംബത്തെയും ഈ പറയുന്ന ഒരു നിഴലിൽ നിർത്തുന്ന നിഴൽ നാടകമുണ്ടല്ലോ, അത് അനിൽകുമാർ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ശ്രീ K അനിൽകുമാർ, അങ്ങ് ഈ ജാമ്യാപേക്ഷ ഉദ്ധരിച്ചുകൊണ്ടാണ്, ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിക്കാരി ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു പോലീസിൽ പരാതി കൊടുക്കുമെന്ന്. അവർ പരാതി കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇവർ പോലീസിലല്ല പരാതി കൊടുക്കുന്നത്, അവരുടെ ജൂറിസ്ഡിക്ഷനല്ല, പകരം മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി പരാതി കൊടുക്കുന്നു. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കേസായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ, ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പുറത്തുവിട്ട രേഖകൾ പ്രകാരം താൻ സ്വയം ഈ പറയുന്ന അബോർഷൻ പിൽസ് കഴിച്ചതാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ബലം പ്രയോഗിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള വാദമൊക്കെ നിലനിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യാപേക്ഷയിൽ ഈ കേസിനെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കേസ് ദുർബലമാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ദുർബലമാണെന്ന് വിധിക്കാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള വാദം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയുടെ ഹിയറിങ്ങിനല്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ കാര്യങ്ങളല്ല നമ്മുടെ ചോദ്യം. ഇപ്പം ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറയുന്നു, ഞാൻ സിനിമയുടെ തിരക്കഥ ഉണ്ടാക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികത്തിൽ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയായിരിക്കെ ഓഫീസിൽ നിന്ന് ജോപ്പനെ അറസ്റ്റ് ചെയ്തു UDF സർക്കാരിൻ്റെ കാലത്ത്. അപ്പം ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, കുഞ്ഞിൻ്റെ കൂടെ ആരും ഇല്ലേ? കുഞ്ഞിൻ്റെ കൂടെ CPM ഇല്ലേ എന്നല്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ ചോദിച്ചത്, കോൺഗ്രസ് പാർട്ടിയിൽ ആരും ഇല്ലേ? ഈ വീട്ടിൽ വന്ന് ഇതിൻ്റെ ആനുകൂല്യം നേടാത്ത ഏത് കോൺഗ്രസ്സുകാരാണ് ഇവിടെയുള്ളത്? എന്നിട്ടും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നും ജോപ്പനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നുള്ള ആ വിധവയായ ആ അമ്മയുടെ ചോദ്യത്തിന് CPM അല്ല ഉത്തരം പറയേണ്ടത്. ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല അത്, ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. പിന്നെ ആ കേസിലെ
ഇര എന്ന് വിളിക്കപ്പെടുന്ന ആ വനിതയെ മൊഴി പഠിപ്പിക്കാൻ ഞങ്ങളാരും പോയില്ല. നമ്മുടെ മുമ്പിൽ ശബ്ദമുണ്ടല്ലോ, തമ്പാനൂർ രവിയുടെയും അതുപോലെ ബെന്നി ബെഹനാൻ്റെയും ശബ്ദം നിങ്ങളുടെ മുമ്പിലില്ലേ? ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരല്ല. ഇത്തരം കാര്യങ്ങളുടെ ഒരു ഔദാര്യവും CPM-ന് വേണ്ട. പക്ഷെ ഒരു വിഷയം ഉയർന്നു വന്നാൽ ഞങ്ങളതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയും. ഇതാണ് കോൺഗ്രസ്, ഇതാണ് കോൺഗ്രസ് എന്ന് ഞങ്ങൾ തുറന്നു പറയും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ വീട്ടമ്മയ്ക്കൊപ്പം, ഈ സ്ത്രീക്കൊപ്പം ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? എന്താ അവരുടെ പ്രശ്നം? ഇവിടെ പറയുന്നു അവരുമായിട്ടുള്ള ഈ പറയുന്ന MLA-മായിട്ടുള്ള ബന്ധം സമ്മതത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി അവർ ഗർഭിണിയായി. അതിൻ്റെ മറുഭാഗം എന്താണ്? അതിൻ്റെ മറുഭാഗം MLA എന്നയാൾ അധികാരം ഉപയോഗിച്ച് ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അത് മനുഷ്യത്വപരമാണോ? ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീ ശരീരത്തോട് അദ്ദേഹം ആദരവ് കാണിക്കുന്നുണ്ടോ? ഞാൻ ഈ കുഞ്ഞിനുമായിട്ട് ലോകത്തെവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്ന് ആ സ്ത്രീ കരഞ്ഞു പറയുന്ന കേട്ടില്ലേ? ആ സ്ത്രീയുടെ വേദന കേരളത്തിലെ സ്ത്രീകൾ കേൾക്കില്ലേ? ഇതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക്, മഹിളാ കോൺഗ്രസ്സിന് ആ സ്ത്രീക്കൊപ്പം നിൽക്കാൻ തോന്നേണ്ടതല്ലേ? അവരുടെ നിലവിളി, അവരുടെ ഭാഗത്ത് പെശക് കാണാം, പെശകില്ലാതിരിക്കുക, എനിക്കതറിയില്ല. ഞങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരല്ല. പക്ഷെ അവരൊരു കെണിയിൽപ്പെട്ടു. കെണിയിൽപ്പെട്ടത് എങ്ങനെയാണ്? എനിക്കൊരു കുട്ടി ഉണ്ടാകണം, നിർബന്ധിക്കുകയാണ്. അവർ വഴങ്ങി. അനിൽകുമാർ, ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യം നേരെ തിരിച്ചാണ്. കോടതി തീരുമാനിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പരാതിക്കാരി കടിയിൽപ്പെടുത്തിയതാണ്. അങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയും അവരുമായിട്ട് മുഴുവൻ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തതാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതെ, ആ റെക്കോർഡ് ചെയ്ത് വയ്ക്കപ്പെട്ടതിൽ ഉള്ള വാട്സപ്പ് ചാറ്റിൽ നാം കണ്ടതല്ലേ? മാർച്ച് മാസത്തിൽ മുഴുവൻ ചെയ്യാം. ഇവിടെ പറഞ്ഞില്ലേ അത്? അതിൻ്റെ ഭാഗമായി നിന്നിലൊരു കുട്ടി വേണം, അപ്പോൾ പിൽസ് മുഖ്യമാണെന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയണത്? പിൽസ് വേണ്ടതില്ല, അപ്പോൾ ഗർഭിണിയാകുന്നു. അവിടെ വരെയുള്ള കാര്യത്തിൽ വേണമെങ്കിൽ ഇതല്ലെന്ന് പറഞ്ഞു. അത് കോടതി നോക്കട്ടെ. ബാക്കി തെളിവുണ്ടല്ലോ. രണ്ടാം ഭാഗം എന്താണെന്ന് വെച്ചാൽ അവരെ നിർബന്ധിക്കുകയാണ് ഗർഭചിത്രത്തിന്. അപ്പോൾ ഒരിടത്ത് ഗർഭിണിയാവുക, അതിന് നിർബന്ധിക്കുക. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക. അപ്പോഴും വ്യക്തിത്വം അനിൽകുമാർ, ഈ 40-45 മിനിറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അനിൽകുമാർ, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അങ്ങ് ഇതുവരെയും ഈ FIR-ൽ പറയുന്ന പോലെ റേപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. അല്ല, ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചർച്ചയിൽ കോടതിയിലുള്ളൊരു കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്, നിയമബോധമുണ്ട്. അതായത് അനിൽകുമാറിന്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നറേറ്റീവും പോലീസ് കേസും രണ്ടാണെന്ന് തോന്നിപ്പോകുന്നു. അല്ലല്ല, ഒരു കാര്യം മനസ്സിലാക്കും. പോലീസ് കേസ് CPM നറേറ്റീവ് അല്ല. പോലീസ് കേസ് അവരുടെ വാദമാണ്, അല്ലെങ്കിൽ അവരുടെ മൊഴിയാണ്. അത് CPM-ന് എന്ത് പഠിച്ചു? ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണ്? അത് കോടതിയിലെ പോലീസും അവരുടെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങളെ കേസിന് മൊഴിയോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിൻ്റെ നിലനിൽപ്പോ തെളിവുകളോ അല്ല പോയിന്റ്. ഞങ്ങളുടെ പോയിന്റ് ഇതാണ്: കോൺഗ്രസിലെ വനിതകൾ ആരോടൊപ്പം? ഇരയ്ക്കൊപ്പമാണോ? കോൺഗ്രസ് നേതാക്കന്മാർ ആരോടൊപ്പം? ഈ വനിതയ്ക്കൊപ്പമാണോ? എന്താണ് ക്വസ്റ്റ്യൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഒന്ന്, അവരെ ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചു, നമ്പർ 1. നമ്പർ 2, ഗർഭിണി ആയി കഴിഞ്ഞപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. നമ്പർ 3, ഗർഭചിത്രത്തിന് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരനായ ഒരു മരുന്ന് കച്ചവടക്കാരൻ്റെ സഹായം തേടി, അയാളെ കൊണ്ട് മരുന്ന് കൈമാറി. 4, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പോരാട്ടം, UDF-ന്റെ രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ നേതാവ് എവിടെയായിരുന്നു? എന്തായിരുന്നു അയാളുടെ പണി? ഇയാളെ വിശ്വസിച്ച് ഏത് കോൺഗ്രസ് നിലനിൽക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് തുല്യനാണ് ഇയാൾ. രാഷ്ട്രീയ ചോദ്യങ്ങളാണ് അനിൽകുമാർ ഉയർത്തിയത്. അതിന് വസന്തിന് മറുപടി ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ഒരു വാക്കൂടെ എന്നോട് ക്ഷമിക്കണം. ഒരു വാക്കൂടെ, ഒറ്റ വാക്ക്. ഈ DYSPയുടെ ഒരു കഥ പറയുന്നത് കേട്ടു. DYSPയുടെ കേസ് 10 കൊല്ലം മുമ്പാ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, ഇപ്പോഴല്ല. DYSPയുടെ കേസ് 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, പിണറായി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞല്ല. അത്രയും കൂടെ മനസ്സിലാക്കും. ശരി, ഞാൻ വരാം വസന്ത്. പത്മനാഭൻ നമ്പി, ഇപ്പോൾ ഇവിടെ അനിൽകുമാർ പറഞ്ഞ അങ്ങ് ശ്രദ്ധിച്ചു.
അദ്ദേഹം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ് പറയുന്നത്. ഈ കേസിൽ FIR-ൽ ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് റേപ്പാണ്. അതിനെ ഒരിക്കലും ഒരർത്ഥത്തിലും എൻഡോഴ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി അനിൽകുമാർ ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ആ FIR-ലെ ആരോപണം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ, വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലനിൽക്കുന്നതല്ല എന്നല്ലേ? നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിൽ ഒറ്റവാക്കിൽ എത്താൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഓരോ കേസിനെയും നമ്മൾ സമീപിക്കേണ്ടത് ആ കേസിൻ്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് വെച്ചാണ്. ഒരു ബ്രോഡ് പ്രോബബിലിറ്റീസിൽ ഒരു കേസ്, എല്ലാ കേസുകളെയും നമുക്ക് ഒരേ തൊഴുത്തിൽ കെട്ടാൻ കഴിയില്ല. കാരണം ഓരോ കേസിനും അതിൻ്റേതായ സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട്. ആ കേസിൻ്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് പ്രത്യേകമായി പരിഗണിക്കണം. അത് കൂടാതെ തന്നെ ഇതുപോലെയുള്ള കേസുകളെ പ്രാഥമികമായി നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ ഇരയോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്, വേട്ടക്കാരനോടൊപ്പമല്ല. അത് അതിൻ്റെ നിയമപരമായ ആംഗിളല്ല, അതിൻ്റെ സാമൂഹ്യപരമായ ആംഗിള്. നമ്മളെല്ലാം സാമൂഹിക ജീവികളാണ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഒരു നിയമത്തിൻ്റെ കണ്ണിൽ മാത്രം പ്രാഥമികമായി ഒരു കേസിനെ നമുക്ക് കാണാനേ കഴിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന വശം. കാരണം അത് ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത്, തെളിവുകളിലേക്ക് വരുമ്പോഴൊക്കെ മറിച്ച് ചിന്തിക്കാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിലെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ പ്രതി, ഇപ്പോൾ ആരോപിതനായ വ്യക്തി എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു പ്രോജ്വലമായ വ്യക്തിത്വം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ MLA ആയി എല്ലാവരും അറിയപ്പെടുന്ന ആൾ, ഒരു വലിയ ഗ്ലാമറുള്ള ഒരു വ്യക്തി. അപ്പം അദ്ദേഹത്തിൻ്റെ അധികാരവും അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പദവിയും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനവും എല്ലാം അദ്ദേഹം മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു ധാർമ്മികമായ വശമുണ്ട്. കാരണം ധാർമ്മികമായ വശമുണ്ട്. ഇത് നാളത്തെ ചെറുപ്പക്കാർക്കും എല്ലാവരും ആശയും ആവേശവും നൽകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ ഇതുപോലുള്ളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ പ്രാഥമികമായി ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നമുക്കിതിനെ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഇനിയും നിയമവരികൾ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ, അതിൻ്റെ നിയമവശങ്ങൾ, അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സുപ്രീം കോടതി വിധികൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. കാരണം അത് കൺസെഷണൽ സെക്സ് സംബന്ധിച്ചാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങളാണ് അതിൽ നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറെക്കാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. അവർക്ക് വേർപിരിയാമെങ്കിൽ രണ്ട് കമിതാക്കൾക്ക്, രണ്ട് സ്നേഹിക്കപ്പെടുന്നവർക്ക് അവർക്കും വേർപിരിയാൻ തടസ്സമില്ല. അങ്ങനെ ഒരാൾ വേർപെട്ടാൽ മറ്റൊരാൾക്കൊരു 376 റേപ്പിൻ്റെ പരാതിയുമായി വരാൻ കഴിയില്ല എന്നാണ് വളരെ ലിഖിതമായി ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ ജഡ്ജ്മെൻറ്റുകളിൽ ശരിയായ രീതിയിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അത് പല കേസുകളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. കാരണം ഇപ്പോൾ രണ്ട് വ്യക്തികൾ, രണ്ട് ഫ്രണ്ട്സ്, അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പരസ്പരം 50% എൻജോയ് ചെയ്തതിന് ശേഷം ഒരാൾ പിണങ്ങുമ്പോൾ ആ പിണങ്ങുന്ന ആൾക്കെതിരെ കേസുമായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു വിധിന്യായങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ സാഹചര്യം അതാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ അലിഗേഷൻ, റേപ്പിൻ്റെ അലിഗേഷൻ നിലനിൽക്കില്ല പ്രാഥമികമായി എന്ന് വേണമെങ്കിൽ സമ്മതിക്കാമെങ്കിൽ പോലും രണ്ടാമത്തെ അലിഗേഷൻ വളരെ ഗൗരവതരമായ അലിഗേഷനാണ്. കാരണം ഈ പറയുന്ന ഗർഭം ഉണ്ടായതിനു ശേഷം അത് അലസിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൊഗ്നൈസബിൾ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. അതിനും ലൈഫ് ഇംപ്രിസ്മെൻറ്റ് വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു ഒഫൻസ്. അപ്പോൾ ഇത്ര മൾട്ടിപ്പിൾ ഒഫൻസ് ഈ കേസിലുണ്ട്. ആ അന്വേഷണം അതിൻ്റെ പ്രാരംഭ ദിശയിലാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ പ്രതികൾക്കും ഒരു അവകാശമുണ്ട്. ഇന്ത്യൻ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് പലപ്പോഴും ഞങ്ങൾ അഭിഭാഷകർ പറയാറുണ്ട്, അത് വിക്ടിം സപ്പോർട്ടിനേക്കാൾ കൂടുതൽ പ്രതികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ. എല്ലാ ക്രിമിനൽ കേസിലും അക്യൂസ്ഡ് ഈസ് പ്രസ്യൂംഡ് ടു ബി ഇന്നസെന്റ് അണ്ടിൽ ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ് എന്നുള്ളതാണ് ഏറ്റവും സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഇന്ത്യൻ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൻ്റെ നിയമം. അതുകൊണ്ട് പ്രതികൾക്ക് ഒരുപാട് അവകാശമുണ്ട്, അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട് നമ്മുടെ നിയമത്തിൽ. കാരണം നമ്മൾ അക്യൂസ്റ്റീരിയൽ ക്രിമിനൽ സിസ്റ്റമാണ്, ഇൻക്വിസ്റ്റീരിയൽ ക്രിമിനൽ സിസ്റ്റം അല്ല ഇന്ത്യൻ ക്രിമിനൽ ലോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും. അങ്ങനെ തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫ്ലൈയിങ് കളേഴ്സുമായിട്ട് പുറത്തു വരാൻ കഴിയും. പക്ഷേ പ്രാഥമികമായി ഈ അവസരത്തിൽ അത്തരത്തിലുള്ളൊരു ഈ കേസ് നിലനിൽക്കത്തക്ക കേസല്ല എന്നുള്ള ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിഗമനത്തിൽ എത്താൻ കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ശരി, ശ്രീ വസന്ത്, ഒറ്റ ചോദ്യം. അനിൽകുമാർ ചോദിച്ചത് തന്നെയാണ്, നിങ്ങൾ ഇരയ്ക്കൊപ്പമാണോ?
അല്ല അജിംസ്, ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഈ ശബരിമലയിലെ സ്വർണം ചിരണ്ടി ഇവര് ചെമ്പാക്കിയതുപോലെ സത്യം വെളിവാക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് നിലപാട്. ആ സത്യം വെളിവാക്കപ്പെടുന്നോടം വരെ അദ്ദേഹം ആരോപണ വിധേയനാണ്. അങ്ങനെ ആരോപണ വിധേയനായ ഒരാളെ ചേർത്ത് നിർത്തുന്നതിൽ എത്തിക്കലായ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദർ ഇസ് ആൻ എത്തിക്കൽ മിസ്റ്റേക്ക് ഫ്രം ദ സൈഡ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. അതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയാൾക്ക് സംരക്ഷണം ഒരുക്കാനോ CPM ചെയ്യുന്നത് പോലെ അയാൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള അഡ്വക്കേറ്റിനെ ഉണ്ടാക്കി കൊടുക്കാനോ അയാൾക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്താനോ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ 20 വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതിഭാശോഭന സ്ഥാനാർത്ഥിയാണ്, അങ്ങനെ അവരെ കൊണ്ടുവരാനോ ആ അഗ്നിശുദ്ധി വരുത്തി മടങ്ങി വരുന്നതിന് മുമ്പ് അയാളെ പാർലമെന്റിൽ മത്സരിപ്പിക്കാനോ ഒന്നോ കോൺഗ്രസ് ഇല്ല. മാത്രമല്ല ഞങ്ങൾ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞങ്ങൾ ഏതായാലും തീവ്രത ഇളക്കാൻ വേണ്ടി ഒരു അങ്ങനെയാണെങ്കിൽ അയാളെ രാജിവെപ്പിക്കാമായിരുന്നു വസന്ത്. ഒറ്റ വാക്ക് മതിയായിരുന്നു, പാർട്ടി പറഞ്ഞാൽ മതി, അയാൾ രാജിവെക്കുമായിരുന്നു. അല്ല അജിംസ്, അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് അല്ലേ അജിംസ്? അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. പാർട്ടി പറഞ്ഞാൽ രാജിവെക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം? ടെക്നിക്കലി പാർട്ടിക്ക് ഒരു MLA രാജിവെക്കാൻ ആവശ്യപ്പെടാൻ നിങ്ങളുടെ ഭരണഘടന അത് പറയുന്നുണ്ട് വസന്ത്. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് ഒരാളെ പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അയാളുടെ രാജി ആവശ്യപ്പെടാം, അയാൾ ജനപ്രതിനിധിയാണെങ്കിൽ രാജി ആവശ്യപ്പെടാമെന്നുണ്ട്. ആവശ്യപ്പെട്ടില്ല നിങ്ങൾ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞ ആളുകൾ മറന്നുപോകും, മെല്ലെ ഇയാളെ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഒരിക്കലും രാജി ആവശ്യപ്പെടാൻ മാത്രമേ ഇന്ത്യൻ നിയമത്തിൽ പോലും ഒരു പാർട്ടിക്ക് ഒരാളോട് രാജി ആവശ്യപ്പെടാനേ പറ്റൂ. മറിച്ച് ഒരു പാർട്ടിക്ക് ജനപ്രതിനിധിയുടെ മേൽ ചെയ്യാൻ പറ്റുന്നത് അയാളെ പുറത്താക്കുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അയാളെ നിർബന്ധിച്ച് രാജിവെപ്പിക്കണമെന്ന് സ്പീക്കറിന് ലെറ്റർ കൊടുക്കാനൊന്നും ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അയാളോട് ആവശ്യപ്പെടാം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അയാളുടെ ഒരു സൈഡ് മുമ്പോട്ട് വെച്ചിരുന്നു ആ സമയത്ത്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിങ്ങനെയല്ല, ഇത് അങ്ങനെയാണ്. അപ്പൊ ആ സൈഡ് കൂടി പ്രൂവ് ചെയ്യപ്പെടട്ടെ. അപ്പൊ ഇപ്പൊ ഏതായാലും ഇത് നിയമത്തിന്റെ മുമ്പിലാണ്. നിയമം തെളിയിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം ചുരണ്ടി നോക്കുമ്പോൾ അറിയാലോ, ചെമ്പാണ് ഉള്ളത്, പിച്ചളയാണ് ഉള്ളത്, സ്വർണം തന്നെയാണ് ഉള്ളത്. അത് തെളിയിക്കപ്പെടട്ടെ. അതുവരെ അയാൾക്ക് വേണ്ടി അഭിഭാഷക വൃത്തി ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ശരി, നന്ദി ശ്രീ വസന്ത്, ശ്രീ അനിൽകുമാർ, രാഹുൽ ഈശ്വർ, ശ്രീ പ്രിയദർശൻ തമ്പി, ഇത്രയും സംസാരിച്ചു.